പവാസ് കുസിനിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയൊരു കോളിഫ്ലവർ, ബട്ടൺ മഷ്റൂം ഇത് വെച്ച് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ചെറുതായിട്ട് എടുക്കണം, ചെറിയൊരിതായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. പിച്ചത്തി വെച്ച് അരിയുമ്പോൾ അത് പൊടിഞ്ഞു പോകും. ഇങ്ങനെ ആ കോളിഫ്ലവർ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു. അതിനകത്തൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് നഖക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് മൂപ്പിച്ച് തേങ്ങ അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് മൂത്തു നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചോട്ട് വരാം. നമ്മൾ അരച്ച അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. തവയിലോട്ട് ഓയിലിട്ട് കൊടുക്കാം. ഓയിലിനകത്തോട്ട് ഈ കൂണും കോളിഫ്ലവറും ഇടുന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തു. അത് നമുക്ക് അരപ്പിനകത്തോട്ട് ഇടാം. ഞാനകത്തോട്ട് ഈ പച്ചമുളകും സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആ വഴറ്റിയതും കൂടെ ഈ അരപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഓയിലിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് വറ്റൽ മുളക്, കറിവേപ്പില, ചുവന്നുള്ളി ഒന്ന് മൂപ്പിക്കും. ആ കറിക്കകത്തോട്ട് ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ആ കറി പറ്റി അതിനകത്തോട്ട് നമുക്ക് ഈ കടുക് വറുത്തത് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. കൂണും കോളിഫ്ലവറും ചേർക്കാം. നല്ലൊരു തീയൽ. അത് ഈ സെർവിങ് ബൗളിലോട്ട് നമുക്കൊന്ന് മാറ്റാം. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലകൾ ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബട്ടൺ മഷ്റൂം വിത്ത് കോളിഫ്ലവർ തീയൽ ചപ്പാത്തിയിലൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കറി.